ഓഗസ്റ്റ് 27 മുതൽ ഇന്ത്യക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ അധിക തീരുവ നടപ്പാക്കുന്നതോടെ US വിപണികളെ അമിതമായി ആശ്രയിക്കുന്ന ഇന്ത്യൻ വിപണി മേഖലകൾ കടുത്ത സമ്മർദ്ദത്തിലാകുമെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയുടെ IT, ടെക്നോളജി, ടെക്സ്റ്റൈൽ, ജെം, കാർഷിക മേഖലകൾ ട്രംപിന്റെ അധിക താരിഫിന്റെ ചൂടറിയുമെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇന്ത്യയുടെ റഷ്യൻ ഇടപാടുകളിൽ പ്രതിഷേധിച്ച് ട്രംപ് 25% അധിക തീരുവ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വ്യാപാര ചർച്ചകൾക്കായി അടുത്ത മാസം ഇന്ത്യ സന്ദർശിക്കാനിരുന്ന US സംഘവും അവിടെ യാത്ര റദ്ദാക്കിയിരുന്നു. ഇതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ശക്തമായ ആഭ്യന്തര ഡിമാൻഡും വൈവിധ്യമാർന്ന വ്യാപാര ബന്ധങ്ങളും US നികുതി പ്രഖ്യാപനത്തിന്റെ ആഘാതം കുറയ്ക്കുമെന്ന് ഇന്ത്യൻ വിദഗ്ധർ ആവർത്തിക്കുമ്പോഴും US തൊഴിൽ വിപണി ശക്തമായ സമ്മർദ്ദം നേരിടുകയാണ്. US അധിക താരിഫുകൾ ഇന്ത്യയുടെ തൊഴിൽ മേഖലയിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുമെന്നാണ് വിദഗ്ധരുടെ നിലപാട്. ബിസിനസ് വരുമാനത്തിനായി US വിപണികളെ അമിതമായി ആശ്രയിക്കുന്നവർക്കാകും ഇതിന്റെ ഭവിഷ്യത്തെ ഏറെ ബാധിക്കുക. ട്രംപിന്റെ താരിഫ് നീക്കം ഇന്ത്യയിൽ കുറഞ്ഞത് 2 മുതൽ 3 ലക്ഷം വരെ ജോലികളെ സമ്മർദ്ദത്തിലാക്കുമെന്നാണ് ചില സർവേകൾ. തൊഴിൽ നഷ്ടം ഏറ്റവും അധികം ഉണ്ടാകുക ഇന്ത്യയിൽ ടെക്സ്റ്റൈൽസ്, ഓട്ടോ ഘടകങ്ങൾ, കൃഷി, രത്നങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയ മേഖലകളിലാകും. രാജ്യത്തെ പല MSMEകളും ട്രംപിന്റെ തീരുവയുടെ ആഘാതം നേരിടേണ്ടി വന്നേക്കാം. 2 മുതൽ 3 ലക്ഷം വരെ ജോലികൾ ഇന്ത്യയിൽ ഉടനടി അപകട സാധ്യത നേരിടുന്നതാണ് റിപ്പോർട്ട്. നിലവിൽ നികുതി പ്രത്യാഘാതം 6 മാസത്തിനപ്പുറം തുടർന്നാൽ ടെക്സ്റ്റൈൽ മേഖലയിൽ മാത്രം തൊഴിൽ നഷ്ടം 1 ലക്ഷം കടക്കുമെന്നാണ് വിലയിരുത്തൽ. സൂറത്തിലെ ടെക്സ്റ്റൈൽ യൂണിറ്റുകളും മുംബൈയിലെ സീപ്സ് ഉൾപ്പെടെയുള്ള രത്ന ആഭരണ മേഖലയുമൊക്കെ കടുത്ത ആശങ്കയിലാണ്. അധിക താരിഫ് ട്രംപ് പിൻവലിച്ചില്ലെങ്കിൽ കുറഞ്ഞ ഡിമാൻഡും ഉയർന്ന ചിലവും ജീവനക്കാരെ ഒഴിവാക്കാൻ കമ്പനികളെ നിർബന്ധിതമാക്കുമെന്നാണ് വിലയിരുത്തൽ. ഇതിന്റെ ഭാഗമായാണ് ഇന്ത്യ അമേരിക്ക ഒഴിവാക്കിയുള്ള മറ്റ് ലോക വിപണി തേടി ഇപ്പോൾ ചർച്ചകൾ തുടരുന്നത്. നിലവിൽ ഇന്ത്യ വ്യാപാരം നടത്തിവന്ന രാജ്യങ്ങളുടെ ഇരട്ടി രാജ്യങ്ങളുമായി വ്യാപാര കരാറിൽ ഏർപ്പെടാനാണ് ഇന്ത്യയുടെ നീക്കം. ഇതിനു മുന്നോടിയാണ് UK-യുമുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സജീവമായതും അത് നിലവിൽ വന്നതും. ഇതേ മാതൃകയിൽ യൂറോപ്പിലെ മറ്റു ചില രാജ്യങ്ങളെ കൂടി ഇന്ത്യ കരാറിനായി സമീപിക്കുമെന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും അമേരിക്കയിൽ ട്രംപ് ഏർപ്പെടുത്തിയ ഇന്ത്യക്കുമേലുള്ള താരിഫ് വർധനവ് ഇന്ത്യൻ തൊഴിലവസരങ്ങളെ കടുത്ത രീതിയിൽ ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അത് ഇന്ത്യക്കുള്ളിലുള്ള തൊഴിലവസരങ്ങളാകും ട്രംപിന്റെ ഈ താരിഫ് വർധന ബാധിക്കുകയും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച